മരിച്ചുപോയ സഹോദരിയുടെ ബാങ്ക് അക്കൗണ്ടിലെ തുക പിൻവലിക്കാൻ പലതവണ ബാങ്കിൽ കയറിയിറങ്ങിയ സഹോദരൻ ഒടുവിൽ ഗതികെട്ട് സഹോദരിയുടെ കുഴിമാടം തുരന്ന് അസ്ഥികൂടവുമെടുത്ത് ബാങ്കിലെത്തി. ചുട്ടുപൊള്ളുന്ന വെയിലിൽ 3 കിലോമീറ്റർ അസ്ഥികൂടവുമേന്തി വയോധികൻ നടന്നു. അവിശ്വസനീയവും അതിലേറെ ഹൃദയം നുറുക്കുന്നതുമായ കാഴ്ച. ഭുവനേശ്വറിലാണ് സംഭവം. ജീതു എന്നയാളാണ് സഹോദരി കൽറാമുണ്ടയുടെ അസ്ഥികൂടവുമായി ബാങ്കിലെത്തിയത്. ഒഡീഷയിലെ ക്യോഞ്ചർ ജില്ലയിലെ ദിയാനാലി ഗ്രാമവാസിയാണ് ജീതു മുണ്ട. മരിച്ചുപോയ സഹോദരി കൽറാമുണ്ടയ്ക്ക് മാലിപാസിലെ ഒഡീഷ ഗ്രാമീണ ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടായിരുന്നു. അക്കൗണ്ടിൽ 20,000 രൂപയായിരുന്നു ബാലൻസ് ഉള്ളത്. 2 മാസം മുൻപ് കൽറ മരിച്ചു. കൽറയുടെ ഭർത്താവും ഏക മകനും നേരത്തെ മരിച്ചിരുന്നു. സഹോദരനായ ജീതു മാത്രമായിരുന്നു ഏക ബന്ധു. തുടർന്നാണ് അക്കൗണ്ടിലുള്ള പണം പിൻവലിക്കാൻ ജീതു ബാങ്കിനെ സമീപിച്ചത്. ഒന്നുകിൽ അക്കൗണ്ട് ഉടമ നേരിട്ടെത്തുകയോ അല്ലെങ്കിൽ നിയമപരമായ അവകാശ രേഖകൾ ഹാജരാക്കുകയോ വേണമെന്ന് ബാങ്ക് മാനേജർ ജീതുവിനോട് പറഞ്ഞു. നിരക്ഷരനായ ജീതുവിന് സഹോദരിയുടെ മരണ സർട്ടിഫിക്കറ്റോ പിന്തുടർച്ചാവകാശ രേഖകളോ ശേഖരിക്കാൻ തക്ക അറിവില്ലായിരുന്നു. സഹോദരി മരിച്ചെന്ന് ജീതു പലതവണ ബാങ്കിൽ പറഞ്ഞിട്ടും അധികൃതർ കേൾക്കാൻ തയ്യാറായില്ല. നിരവധി തവണ ബാങ്കിലെത്തിയിട്ടും പണം നൽകാനാകില്ല എന്ന മറുപടി ആവർത്തിച്ചു. ബാങ്കിലെ സങ്കീർണമായ നടപടിക്രമങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കാതെ ജീതു നിസ്സഹായനായി മടങ്ങി. തുടർന്നാണ് ഗ്രാമത്തിലെ ശ്മശാനത്തിൽ പോയി സഹോദരിയുടെ മൃതദേഹാവശിഷ്ടം കുഴിച്ചെടുത്ത് ഒരു ഭാഗം ചാക്കുകൊണ്ട് പൊതിഞ്ഞ് തോളിലേറ്റി കഠിനമായ ചൂടിൽ 3 കിലോമീറ്റർ നടന്ന് ഒഡീഷ ഗ്രാമീണ ബാങ്കിലെത്തിയത്. കാഴ്ച കണ്ട് എല്ലാവരും ഞെട്ടിപ്പോയി. ചിലർ സങ്കടം കൊണ്ട് നിലവിളിച്ച് കരഞ്ഞു. വിവരമറിഞ്ഞ് പോലീസ് ഉടൻ സ്ഥലത്തെത്തി ജീതുവിനെ ആശ്വസിപ്പിച്ചു. അസ്ഥികൂടം തിരിച്ച് ശ്മശാനത്തിലെത്തിച്ച് മറവ് ചെയ്തു. കൽറയുടെ നോമിനിയും മരിച്ചുപോയ സാഹചര്യത്തിൽ ഏക അവകാശി എന്ന നിലയിൽ ജീതുവിന് പണം കൈമാറാനുള്ള നടപടികൾ ബാങ്കുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കുമെന്ന് പട്ടാന പോലീസ് ഇൻസ്പെക്ടർ കിരൺ പ്രസാദ് സാഹു വ്യക്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ.